Hello everyone. This is life sciences students in helpful YouTube channels video. So, channels useful YouTube channels better channels അത് കമന്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ പഠിക്കുമ്പോൾ ഒരു സോഴ്സിൽ നിന്ന് മാത്രമായിട്ട് ഒരിക്കലും പഠിക്കരുത്. 2-3 സോഴ്സസ് റെഫർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. എന്നാലേ ഒരു സോഴ്സിൽ നിന്ന് പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചാനൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ AK ലെക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഇതിൽ ബയോളജി ഉണ്ട്, പിന്നെ ലൈഫ് സയൻസിലത്തെ ടോപ്പിക്സ് ഉണ്ട്, പിന്നെ വേറെയും കുറേ ടോപ്പിക്സ് കാണാനായിട്ട് പറ്റും. ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നല്ല ഡീറ്റെയിൽഡായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നോട്ട്സ് പോലും ഉണ്ടാക്കാനായിട്ട് പറ്റും. ക്ലാസ് ഈ ഒരു എൻറ്റയർ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നോട്ട്സ് പോലും ഉണ്ടാക്കാനായിട്ട് പറ്റും. വളരെ നല്ലൊരു ചാനലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ധാരാളം വീഡിയോസ് ഉണ്ട്. ഇതൊരു പ്ലേലിസ്റ്റിൽ മാത്രം ആണ് ഈ കാണുന്നത്. അതുപോലെ വേറെയും പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കണ്ടു നോക്കുക. AK ലെക്ചേഴ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ഇത് വേറൊരു ചാനലാണ്, അർമാൻഡോ ഹസുഡങ്കൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സുകൾ പറഞ്ഞു തരിക. എല്ലാ വീഡിയോയും അങ്ങനെയാണ്. കുറേ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചാണ് ക്ലാസ് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും ഒരു രസമാണ്. നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വരച്ചാണ് ക്ലാസ് പ്രോഗ്രസ് ചെയ്യുക. സോ ദിസ് ഇസ് അനദർ വെരി ഗുഡ് ചാനൽ. വേറൊരെണ്ണമാണ് ബോസ്മാൻ സയൻസ് എന്ന് പറയുന്ന ചാനൽ. ബോസ്മാൻ സയൻസ് ഇത് കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ചാനലാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാലും മനസ്സിലാവും. വലിയ ടോപ്പിക്സ് ഒന്നും കാണില്ല, ചെറിയ കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതും കൂടി ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കുക. ചിലപ്പോൾ നമുക്ക് വായിച്ചിട്ടും വേറെ വീഡിയോസൊന്നും കണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇത് കണ്ടു നോക്കുക. വേറെ എണ്ണം MIT ഓപ്പൺ കോഴ്സ് വെയർ, MITയുടെ ചാനലാണ്. ഇതിൽ അധികം ഒന്നുമില്ല, ബയോളജിക്കാർക്കുള്ളത് അധികം ഒന്നുമില്ല. അതിൽ ഇൻട്രൊഡക്ടറി കോഴ്സസ്, MIT ഓപ്പൺ കോഴ്സ് വെയറിൽ ബയോളജിയിൽ ഇൻട്രൊഡക്ടറി കോഴ്സസ് എന്ന് പറഞ്ഞ് കാണും. കേട്ടോ, ഇവിടെ ഇൻട്രൊഡക്ടറി ബയോളജി ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഫുൾ പ്ലേലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബയോളജി ക്ലാസ്സസ് എന്തൊക്കെയാണെന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത് ശരിക്കും നമ്മൾ ക്ലാസ്സിൽ ഒരു ടീച്ചർ എടുക്കുന്നത് അതിനെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ബോർഡും ചോക്കും ഒക്കെ ആയിട്ട് ഒരു ക്ലാസ് അങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടു നോക്കുക. വേറൊരെണ്ണം നൗ ഐ നോ എന്ന് പറയുന്നൊരു ചാനലാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇവരെല്ലാം ഡിലീറ്റ് ചെയ്ത് ചാനലിൽ കണ്ടൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ വീണ്ടും വന്നതാണ്. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞു തരുന്നതും നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരാറ്. അപ്പോൾ ഇതും നല്ലൊരു ചാനലാണ്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഷോമൂസ് ബയോളജി എന്ന് പറയുന്നൊരു ചാനലാണ്. ഇതിൽ ഇഷ്ടംപോലെ അപ്ലോഡ്സ് ഉണ്ടാവും. ഇതാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ കണ്ടു തുടങ്ങിയത് ഈ ചാനലാണ്. പിന്നെയാണ് ബാക്കി ചാനലുകളിലേക്കൊക്കെ പോയത്. മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം ചാനൽസ് കാണുന്ന സമയത്ത്. അപ്പോൾ ഇതിലും കുറേ വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ചാനലുകൾ അറിയുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.